ചെയ്യാനെ കൊണ്ട് ആരും നമ്മളത്ര ആ ലെവലിൽ ചിന്തിച്ചില്ല. പിന്നെ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നെന്ന് ആരും ചോദിക്കാനും ആരുമില്ല. എനിക്ക് ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞങ്ങൾ എവിടെ ആരും വേറെ ആരും ഇല്ല. നമ്മളത് കിടന്ന ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യുക. നമസ്കാരം, ഐക്കൻസ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ എപ്പിസോഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ലൈഫ് സ്റ്റോറി തന്നെയാണ്. അതേപോലെ നമ്മൾ പുതിയ സെക്ടേഴ്സാണ് ഇതിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് ജേർണി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് to know more about people, their lives, how they started the business, how things are going, how they are changing with the marketing trends, etc. And it's so good to know that വർഷങ്ങൾക്ക് മുന്നേ അവരിവിടെ മുംബൈയിൽ വന്നിട്ട് തുടങ്ങിയ യാത്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്നും ഈ 21st സെഞ്ച്വറിയിൽ ഇന്നും നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മിസ്റ്റർ എസ് ജെ കുമാർ ഫ്രോം ജെം ഫാർമ സിസ്റ്റംസ് ഇന്ത്യ. നവി മുംബൈയിലാണ് സാറുടെ ഫാക്ടറി ആൻഡ് ഹെഡ് ഓഫീസ് ഉള്ളത്. ആൻഡ് ഹീ ഈസ് ഹാവിങ് എ വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾ ടു വർക്ക് വിത്ത് ഹിം ആൻഡ് ദേ ആർ വർക്കിംഗ് ടു മേക്ക് ദ പ്രോസസ്സിംഗ് യൂണിറ്റ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കോസ്മെറ്റിക് നീഡ്സ്. അങ്ങനത്തെ ഒരു ഫീൽഡിലാണ് സാർ ഇപ്പോൾ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരു ബിസിനസ് ആണെങ്കിലും വളരെ സക്സസ് ആയിട്ടാണ് ഇപ്പം നടക്കുന്നത്. എക്സ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഹി ഈസ് ഹാവിങ് ദ എക്സ്പോർട്ട് ഫോർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആസ് വെൽ. ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. മുംബൈയിൽ എത്തിയപ്പോഴാണ് നമുക്ക് സാറിനെ കാണാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. ട്രിവാൻഡ്രമാണ് സ്വദേശം. അതെ. പഠിച്ചത് തമിഴ്നാട്ടിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. കേരളത്തും മറ്റു സ്ഥലത്താണ് പഠിച്ചിരുന്നു. ട്രിവാൻഡ്രം എവിടെയാണ് സാർ സ്വന്തം സ്ഥലം? കുറവങ്കോണം. അതാണ് എൻ്റെ വീട്. ഞങ്ങളിപ്പോൾ സെറ്റിലായിട്ടുള്ള ബോംബെയിൽ, ഫാമിലി ബോംബെയിലാണ്. ഒരു മോനുണ്ട് കൂടെ. And we are here since last 40 years I am here in Bombay. 4 decades കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ഞാൻ ബോംബെയിൽ വന്നത് 1982 end, 1983 you can say. ഒരു ജോലി നോക്കി വന്നതായിരുന്നു. എൻ്റെ ഒരു എൽഡർ ബ്രദറുണ്ട് ഇവിടെ. പുള്ളിയാണ് എന്നെ ഇവിടെ ബോംബെയിലോട്ട് കൊണ്ടുവന്നത്. എന്തായിരുന്നു സാർ മുംബൈയിൽ എത്തിയപ്പോൾ ഉള്ള ഫസ്റ്റ് ജോബ്? ഫസ്റ്റ് ജോബ് ഐ എം ഡിസൈനിങ്, ഐ എം എഞ്ചിനീയറിങ് ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ. ഇപ്പോൾ ഡിസൈൻ സെക്ഷനിൽ ജോലി ചെയ്തിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ആകുമ്പോൾ ഇന്നത്തെ പോലെ ഓട്ടോക്കേഡ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കൈ കൊണ്ടുള്ള സ്കെയിലിംഗ്, ഹാൻഡ് സ്കെയിലും കാര്യങ്ങളൊക്കെയുള്ള ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അതിൽ വളരെ 2-3 വർഷം ജോലി ചെയ്തു. ഡിസൈൻ ഞാൻ യൂണിറ്റ് സ്റ്റാർട്ടാകാൻ കാരണം ഞാൻ ജോലി ചെയ്ത കമ്പനിയിലെ ബേസിക് ഈ ടൈപ്പ് ഓഫ് എക്യുപ്മെൻസിൻ്റെ എഞ്ചിനീയറിങ്ങിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടി എക്യുപ്മെൻസിനെ കുറിച്ചും ഇതിൻ്റെ മറ്റുള്ള ഡിസൈനും അതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ആ ഫീൽഡിലോട്ട് പിന്നെ എനിക്ക് മുന്നോട്ട് പോയിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞ ശേഷം ജോൺസൺ & ജോൺസൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഗ്രൂപ്പുമായിട്ട് എനിക്ക് ഇൻട്രാക്ഷൻ ഉണ്ടായി. അവരുടെ ഹെൽപ്പോടുകൂടി അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പല എക്യുപ്മെൻസും ഡിസൈൻ ചെയ്യാനും അതിൻ്റെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിക്കുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ. കാരണം അന്നത്തെ കാലത്ത് വളരെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കമ്പനി, ഇതുപോലെ സ്പെഷ്യൽ പർപ്പസ് മെഷീനറി ഉണ്ടാക്കുന്ന കമ്പനി വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്കൊരു മുന്നോട്ടൊരു പെട്ടെന്ന് ജമ്പ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി. മൂവ്മെൻറ്റ്, കാരണം പ്രോസസ് ഓഫ് ഓർഡേഴ്സും കാര്യങ്ങളും അതൊക്കെ കുറച്ച് എളുപ്പത്തിൽ. കോമ്പറ്റീഷൻ കുറവ്. അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷനും അതുപോലെ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാം അറിയുന്ന ഇടത്തുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പം ജോൺസൺ & ജോൺസൺ കമ്പനിക്കാരെ അവരുടെ ഒരു കോസ്മെറ്റിക് അവരുണ്ടാക്കുന്ന അന്നത്തെ കാലത്തുള്ള ബേബി ഓയിൽ, ബേബി പൗഡർ ഇങ്ങനെയുള്ള സെക്ഷനുമായിട്ടുള്ള കോൺട്രാക്ട് കിട്ടി. അപ്പോൾ അത് ത്രൂ എനിക്ക് കോൺട്രാക്ട് മാനുഫാക്ചറിങ് മറ്റുള്ള കമ്പനി, ഗോദ്രേജ് ഇതുപോലുള്ള കമ്പനി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇങ്ങനെയുള്ള കമ്പനിയുമായിട്ടുള്ളവർ എനിക്ക് ലിങ്ക് കിട്ടാൻ സാധ്യതയായി. അങ്ങനെ കിട്ടിയതുകൊണ്ട് പിന്നെ റിലേറ്റഡ് ടു ഫാർമ എന്ന് പറയുമ്പോൾ ക്യാപ്സൂൾ, ടാബ്ലറ്റ്, ലിക്വിഡ് ഓറൽ ഇങ്ങനെയുള്ള പല പ്രൊഡക്ട്സുകളും റിലേറ്റഡ് പ്രോസസ് എക്യുപ്മെൻസിനൊക്കെ ഉള്ള ഡിസൈൻ എനിക്ക് ജസ്റ്റ് പല കമ്പനികളിലും പോകാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുമായിട്ടുള്ള ഇതിൽ എനിക്ക് പല എക്യുപ്മെൻസിൻ്റെ ഓർഡറുകൾ കിട്ടാനും സാധ്യതയായി. അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അന്നൊരു പരിചയമില്ലാത്ത നാട്ടിലാണ് സാർ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഒറ്റയ്ക്കാണ്.
ഒരു ജോലി ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു ഷിഫ്റ്റാണ് ബിസിനസ്സിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം വരുന്നത്? അത് ആ സമയത്ത് ഒറ്റയ്ക്ക് തന്നെയാണ്, വേറെ പാർട്ട്നേഴ്സ് ഒന്നുമില്ല? അല്ല, ഒറ്റയ്ക്ക് തന്നെയാണ് അന്നും ഉദ്ദേശിച്ചത്. കാരണം എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് കോൺട്രാക്റ്റിൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് എടുത്തായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ കൂടുതൽ കാശിൻ്റെ ആവശ്യമില്ല സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ കമ്പനിയിൽ 1-2 ആൾക്കാരുടെ സപ്പോർട്ട് കൂടി മെയിൻ്റനൻസ് കോൺട്രാക്ട് ചെയ്യുമ്പം ഡേ ടു ഡേ ആക്ടിവിറ്റിയിലുള്ള പണികളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കാശ് കിട്ടി വന്ന സമയത്ത് പിന്നെ 1 by 1 ആയിട്ട് ഫാക്ടറി സെറ്റപ്പ് ചെയ്യാനും പിന്നെ ഒത്തിരി സമയം പിടിച്ചു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരാനും, പിന്നെ ഓരോ പല സ്റ്റേറ്റുകളിലും പോകാനും, പല സ്ഥലങ്ങളിൽ ചെന്ന് പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റിലെല്ലാം ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ മൊമെൻ്റ് ഉണ്ട്. എന്തൊക്കെ ചാലഞ്ചസ് ആണ് സാർ അന്ന് ഫേസ് ചെയ്തത്? ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒന്നാലും മെയിൻലി ഫൈനാൻസ് തന്നെയായിരുന്നു. ഫൈനാൻഷ്യൽ ചാലഞ്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ആരും നമ്മളത്ര ആ ലെവലിൽ ചിന്തിച്ചില്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്തെന്ന് പറയും ഫൈനാൻഷ്യൽ ചാലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ബാച്ചലർ ആയിരുന്നുകൊണ്ട് പിന്നെ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നെന്ന് ആരും ചോദിക്കാനും ആരുമില്ല. അപ്പം നമ്മൾ ഇഷ്ടത്തിനങ്ങ് കാര്യങ്ങൾ നടന്നു. പിന്നെ ലക്ക് ഒരു ഫേവറായിരിക്കും. കുറച്ച് എനിക്ക് സപ്പോർട്ട് ലെവലിൽ കുറച്ച് പല സ്ഥലങ്ങളിൽ നിന്നും സപ്പോർട്ട് കിട്ടി, പല ആൾക്കാരിൽ നിന്നും. അപ്പം അങ്ങനെ മുന്നോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറിയുടെ ലെവൽ ടു ലാസ്റ്റ് ലെവൽ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സാർ എങ്ങനെയാണ് സാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ വർക്ക് നടക്കുന്നത്? സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഞാൻ ആക്ച്വലി റെൻ്റൽ പ്ലേസിൽ ഒരു പ്ലേസ് എടുത്തായിരുന്നു. ഒരു പ്ലേസ് എടുത്തിട്ട് ചെറിയ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് ഒക്കെ എടുക്കുമായിരുന്നു. ലേത്ത് ഇങ്ങനെ വെൽഡിങ് ഡ്രില്ലിങ് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 1 by 1 ആയിട്ട് ഓരോരോ പ്രൊഡക്റ്റ് എനിക്ക് ഡിസൈനിൻ്റെ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഒന്നൊന്നോ ഉണ്ടാക്കുന്ന അനുസരിച്ച് പല ആൾക്കാരെയും സെറ്റ് ചെയ്ത് പിന്നെ 1 by 1 അറൗണ്ട് 10 years റെൻ്റൽ ബേസിലുള്ള ആക്ടിവിറ്റിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 10 years കഴിഞ്ഞിട്ട് പിന്നെയാണ് ചെറുതായിട്ട് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കാനും പറ്റിയത്. ഇപ്പം നമ്മുടെ ഫാക്ടറിയിൽ എന്തൊക്കെ നമ്മൾ ഒരു റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്ന തൊട്ട് ഫൈനൽ ഡെലിവറി വരെ അതെങ്ങനെയാണ് സർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നത്? ഇപ്പോൾ എന്ന് വെച്ചാൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 4-5 എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട് കമ്പനിയിലുണ്ട്. ഒരു കസ്റ്റമർക്ക് പോയി കഴിഞ്ഞാൽ ബേസിക്കലി അവർ പറയും ഒരു ബാച്ച് ഇത്ര kgയുടെ ബാച്ചാണ് പെർ ഡേ വേണമെന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള പ്രോസസ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത ശേഷം പിന്നെ റോ മെറ്റീരിയൽ പിന്നെ ഡിസൈൻ സെറ്റ് ചെയ്ത ശേഷം റോ മെറ്റീരിയൽ പ്രൊക്യൂറിങ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം നമ്മൾ പ്ലാന്റിൽ കൊണ്ടുപോയി അവർക്ക് അവിടെ ഫിറ്റ് ചെയ്ത് കമ്മീഷനിങ് ചെയ്ത് അതിനെ റൺ ചെയ്ത് അവർക്ക് എക്സാക്ട്ലി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുവരെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റുള്ള ഇപ്പം കോസ്മെറ്റിക് ഐറ്റങ്ങളാണെങ്കിലും ഷാമ്പൂ, ലോഷൻ, ഹെയർ കളർ, ഹെയർ ക്രീം ഇങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രോസസ്സ് അനുസരിച്ച് അവർക്ക് എന്തൊക്കെയാണ് പ്രോസസ്സ് വേണ്ടതെന്നനുസരിച്ച് അവർ പറയും ഇന്ന പ്രോസസ്സാണ് വേണ്ടത്, അത് ഹീറ്റിംഗ് ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂളിംഗ് ഇത്ര വേണം. അപ്പോൾ അതനുസരിച്ചുള്ള ഞങ്ങൾ മോഡിഫിക്കേഷൻ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും, സെറ്റ് ചെയ്ത് കൊടുക്കും. റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് തൊട്ട് അതിൻ്റെ ലോജിസ്റ്റിക്സ്, അതിൻ്റെ അവിടെ പോയി ഫുൾ പ്രോജക്റ്റ് സെറ്റ് ആക്കി അതിൻ്റെ റിസൾട്ട് വരുന്നവരെ നമുക്കൊരു റിസ്ക് ഫാക്ടർസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു റിസ്ക് ഫാക്ടർ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതിന് ഞങ്ങൾ നേരത്തെ തന്നെ അതിൻ്റെ ഡ്രോയിങ്സ് ഒക്കെ വരച്ച് അതിൻ്റെ നോർമലി പ്രോസസ്സ് അനുസരിച്ചുള്ള മെഷീനിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, കാരണം മോട്ടോർ HP സെലക്ഷനും അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ സെലക്ഷനും അതനുസരിച്ചുള്ള നേരത്തെ ഒരു ഡ്രോയിങ് ഒക്കെ വരച്ച് കസ്റ്റമറുടെ അടുത്ത് കാണിച്ച് അപ്രൂവ് ചെയ്തിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് പോകുമ്പം ഒരു 90% നമുക്ക് വലിയ ചാലഞ്ചസ് വരാൻ സാധ്യതയില്ല. പ്രോസസ്സ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോകുന്നതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 10% ചാലഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ ചില പ്രോസസ്സിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കതനുസരിച്ച് ചെറിയ ചാലഞ്ചസ് ഒക്കെ നമ്മൾ അവിടെ ചെയ്യേണ്ടി. മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഏതൊക്കെ ഫാർമ കമ്പനീസ് ആയാലും അല്ലെങ്കിൽ ഏതൊക്കെ കോസ്മെറ്റിക് കമ്പനീസ് ആണ് സാർ ഇപ്പോൾ നമ്മുടെ ക്ലയൻസ്? ഗോദ്രേജ് ഫസ്റ്റ് കസ്റ്റമർ, അവർക്ക് ഞാൻ ഏകദേശം മോർ ദാൻ 60 crores മെഷീനറി ഞാൻ തന്നെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഗോദ്രേജിന്. പിന്നെ വന്നിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ജോൺസൺ ആൻഡ് ജോൺസൺ, ഇമാമി ഇങ്ങനെയുള്ള പല കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുമായിട്ട് ഞങ്ങൾ നേരത്തെ പരിചയമുള്ളവരുമായിട്ട്. ഇപ്പോഴും ഗോദ്രേജ് എന്ന് പറഞ്ഞാൽ ആ കമ്പനി ലാസ്റ്റ് 20 years ആണ് റെഗുലറായിട്ട് എനിക്ക് എവരി ഇയർ നല്ലൊരു ബിസിനസ് ഉണ്ടാവും. അവരുടെ ഡെയിലി അവരുടെ ആക്ടിവിറ്റിയിൽ ഞങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഇന്റർനാഷണൽ ഇവരുടെ തന്നെ ഇന്ത്യയുടെ തന്നെ ഇവരുടെ ഗോദ്രേജിൻ്റെ തന്നെ 8 കൺട്രിയിൽ അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങളുടെ മെഷീനുണ്ട്. പിന്നെ നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, കെനിയ, പിന്നെ പല ദുബായിൽ മെഷീൻ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഈവൻ US മെഷീൻ പോയിട്ടുണ്ട്, പ്രോസസ്സിങ് മെഷീൻ.
കൺട്രിയിൽ ഞങ്ങളുടെ റെഗുലറായിട്ടുള്ള ഞങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ട്, ഇറാഖ് ഇങ്ങനെയുള്ള കമ്പനികളിൽ. ഈ മെഷീൻസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണോ? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 316 ഗ്രേഡ് എന്ന് പറയും. ഇത്ര വർഷത്തെ ഒരു ബിസിനസ്സിൽ നിന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാർ, നമ്മുടെ ലൈഫിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോൾ ആ ഒരു ഡൗൺഫോൾ വരുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴും ഫസ്റ്റ് സാർ എങ്ങനെയാണ് അതിന് ഡീൽ ചെയ്യുന്നത്? ഹാർഡ് വർക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും മാത്രം പോരാ, നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഏത് മിസ്റ്റേക്ക് ഉണ്ടായാലും അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു നമുക്ക് അതൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കൊണ്ട് ഇന്നില്ല നാളെ അതിൻ്റെ റിസൾട്ട് 100%. ഇപ്പം സാറിൻ്റെ മോനും ബിസിനസ്സിലുണ്ട്. പുള്ളി ദീപക് നായർ എന്നാണ് പേര് പുള്ളിയുടെ. വൈഫിൻ്റെ പേര് സുലേഖ. ഇവിടെ തന്നെ മുംബൈ. ഞങ്ങളെ വീട് ഇവിടെ മുംബൈയിലുണ്ട്. ഇവിടെ തന്നെ മുള്ളുണ്ടെന്ന് സ്ഥലത്ത് താമസം. എനിക്ക് വേറെ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അംബർനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു ഫാക്ടറി ഉണ്ട്. വലിയൊരു ഫാക്ടറി. മോർ ദാൻ നിയർ അബൌട്ട് 125 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിയർ ബൈ കമ്പനിയിൽ. ഇപ്പോൾ ഏതൊരു ബിസിനസിന്റെ വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് സാർ അവിടുത്തെ സ്റ്റാഫാണ്. സാറുടെ സ്റ്റാഫിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്റ്റാഫിൻ്റെ ഞാൻ ബിസിനസ് തുടങ്ങിയത് അപ്പോൾ ഉള്ള സ്റ്റാഫ് വരെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. 30 വർഷമായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫും ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റാഫും അവരിപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതേ രീതി. അപ്പോൾ നമുക്കറിയാം അവരുടെ കോപ്പറേഷനാണ് നമുക്ക് മുന്നോട്ട് സക്സസിൻ്റെ കാരണം. അപ്പോൾ അതനുസരിച്ചുള്ള നമ്മൾ പല ആൾക്കാരും മറ്റും ആ രീതിക്ക് തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലെവലിൽ തന്നെ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഏത് നിലയിൽ എത്തിയാലും നമുക്ക് മറക്കാൻ പറ്റാത്ത 2 പേരാണ് മദർ ആൻഡ് ഫാദർ, നമ്മുടെ അമ്മയും അച്ഛനും. ഒരുപാട് സ്വാധീനിക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിലാണെങ്കിലും. ഇപ്പം പേരൻസ് ഇല്ല, ഇപ്പോൾ അമ്മയും ഇല്ല അച്ഛനും ഇല്ല. അമ്മ മരിച്ചു, ഇപ്പോൾ ലാസ്റ്റ് ഇയർ തന്നെ മരിച്ചത് അമ്മ. അച്ഛൻ മുമ്പേ മരിച്ചിരുന്നു. ഉള്ള സമയത്ത് സാർ എന്തോരോ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അവരുടെ എന്ന് വെച്ചാൽ ഞാൻ 22 വയസ്സാകുമ്പോൾ അവിടെ നിന്ന് ബോംബെ വിട്ടു കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ആദ്യമായി വന്ന ശേഷം ബോംബെയിൽ നിന്ന് നാട്ടിൽ പോയത് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കാരണം അത്രയും ദിവസം നമ്മൾ ഇവിടെ വളരെ രീതിയിലുള്ള ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളും ആക്ടിവിറ്റി നടന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ നമ്മളവിടെ അവരുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും ഉണ്ടെന്നല്ലാതെ ഫൈനാൻഷ്യലി ഞാൻ അവരുടെ സപ്പോർട്ട് എന്നുള്ള ലെവലിലൊന്നും ഞാൻ ആ സമയത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതേ ചെയ്യാവൂ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തായിരുന്നു. ഇനി ഫ്യൂച്ചറിൽ സാർ വരുന്ന എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് പ്ലാൻസ് ഉണ്ടോ? പ്ലാനുണ്ട്. പുതിയ എന്തെങ്കിലും കോസ്മെറ്റിക് പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മെഡിസിൻ മാനുഫാക്ചറിങ്ങിൻ്റെ സ്വന്തം യൂണിറ്റ് ഇടാനും ഇങ്ങനെയുള്ള ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ. മുംബൈ നമുക്ക് ഫ്രണ്ട്ലി ഏരിയ ആണ്. ഇവിടെ മുംബൈ എന്ന് പറഞ്ഞാൽ നാടിനെ പോലെയല്ല. ഇവിടെ ഒരിക്കൽ വന്ന് നമ്മൾ മുംബൈയിൽ വന്ന് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ഏരിയ. മുംബൈ വിടാൻ എന്ന് പറഞ്ഞാൽ മുംബൈ വളരെ അട്രാക്റ്റീവ് പ്ലേസ് ആണ് നിൽക്കാൻ. നാട് വളരെ ഇഷ്ടമാണ്. റിട്ടയർഡ് ആകുമ്പോൾ നാട്ടിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ പോയി ഒക്കെ നിൽക്കണം എന്നൊക്കെ ഉണ്ട്. വേറെ ബിസിനസ്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനോ ഉണ്ടായി. പക്ഷേ 1 man ഷോ ലെവലിലുള്ള എൻ്റെ ആക്ടിവിറ്റി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വേറെയുള്ള ലൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനെ കൊണ്ടൊക്കെ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോയാലും പറ്റുള്ളൂ ആദ്യം. അപ്പം മറ്റുള്ള ലൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചില കൊണ്ട് മുന്നോട്ട് ഇനി മോൻ്റെ കാലം വരുമ്പോൾ അവരുടെ ഒരു ജനറേഷൻ വരുന്ന സമയത്ത് ഡൈവേഴ്സിഫിക്കേഷൻ നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിൻ്റെ ഒരു ലൈഫിൽ മുംബൈ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് അവർക്ക് വേണ്ടി 2 വാക്ക് പറയാനുള്ളത്? ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മളെ പർട്ടിക്കുലർലി നാട്ടിലെ എനിക്കും പല കമ്പനിയും മറ്റു നാട്ടിൽ പരിചയങ്ങളുണ്ട്. കാരണം നാട്ടിൽ തന്നെ പല കമ്പനിയുമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുന്നതാണ്. കേരള ആയുർശാല, കൊട്ടയ്ക്കൽ ആയുർശാല ഇതുവരെയൊക്കെ ഡീൽ ചെയ്യുന്നത്. അവിടെയൊക്കെ പോയിട്ട് അവരോട് സംസാരിച്ചിട്ടൊക്കെ അറിയുന്നുണ്ട്. ഇവിടുത്തെ വലിയ ഫ്രണ്ട്ലി ഇതാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഓർഗനൈസേഷനും ഇവിടുത്തെ മറ്റുള്ള രീതിയിലുള്ള ലേബർ ലായും ഒക്കെ ഫ്രണ്ട്ലി ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ സപ്പോർട്ടീവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ. വേറെ ഇത് ബിസിനസ് അല്ലാതെ സോഷ്യൽ ആക്ടിവിറ്റീസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് സാർ സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഞങ്ങളുടെ ഈ അസോസിയേഷൻ ലെവലിലുള്ള പല ആക്ടിവിറ്റിയിലും കൂടുതലൊന്നും പോകാൻ സമയം കിട്ടാറില്ല. ഇടയ്ക്ക് ചെന്ന് ജസ്റ്റ് എടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാർ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്താണ്, കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ് ഈ പ്രോഗ്രാമിനെ കാണുന്നത്, അവർക്ക് വേണ്ടി എന്താണ് സാർ ഒരു മെസ്സേജ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഹാർഡ് വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഫെയിലായി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. സിൻസിയറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെ മെയിനാണ് പറയാനുള്ളത്. അപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ഇന്നത്തെ കാലത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ
വിജയിക്കാൻ പറ്റും. സാറുടെ ലൈഫിന്റെയും ബിസിനസിന്റെയും ഒരു സക്സസ് മന്ത്ര എന്താണ്? സക്സസ് മന്ത്ര ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഞാൻ രാവിലെ 9:30 10 o'clock ഓഫീസ് വന്നു കഴിഞ്ഞാൽ നൈറ്റിൽ 8:30 വരെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഹാർഡ് വർക്കായിട്ട് പണി ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പണി വളരെ സിൻസിയറായി ചെയ്യുക. പിന്നെ മറ്റുള്ള രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാതെയും ഒരു കസ്റ്റമർ കണ്ടു കഴിഞ്ഞാൽ അവരെ മിസ്യൂസ് ചെയ്യാതെ കൂടുതലും അവരുമായിട്ട് ഫ്രണ്ട്ലി കാര്യങ്ങൾ. കാരണം നമ്മളത് കിടന്ന ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യുക. അവിടെ നിന്നിട്ട് നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ ഒത്തിരി വർഷം കൊണ്ട് 10, 20, 25 വർഷം കൊണ്ടുള്ള കസ്റ്റമർ ഇപ്പോഴും എൻ്റെ കസ്റ്റമർ റെഗുലറായിട്ട് എൻ്റെ ഡീലിംഗ് കൊണ്ട് അവരുമായിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. ഞാൻ ബോംബെയിൽ വന്നു. എനിക്ക് ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞങ്ങൾ വേറെ ആരും ഇല്ല. പക്ഷെ അവരും അതുപോലെ പുറത്തുനിന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാവരുമായിട്ട് എത്രയോ ക്രോഡ്സ് ഓഫ് റുപ്പിയുടെ എനിക്കിപ്പോൾ ക്രെഡിറ്റ് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്, റോ മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ ക്രോഡ്സ് ഓഫ് റുപ്പീസ് വെളിയിൽ നിന്ന് കിട്ടാനുണ്ട്, സെവറൽ ക്രോഡ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ബോംബെ അതൊരു നല്ലൊരു പ്ലേസാണ്. നമുക്ക് ഏത് രീതിക്കും ബിസിനസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടും. ബോംബെയിലെ ആൾക്കാർ അങ്ങനെയാണ് പൊതുവേ. അപ്പോൾ ഇത്ര കാശ് വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിലെങ്കിലും ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരുപാട് സന്തോഷമുണ്ട് സാർ, സാറുടെ യാത്ര നമ്മളോട് സാർ ഷെയർ ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചു. പിന്നെ സാറുടെ ബിസിനസ്സിലായാലും എല്ലാത്തിനും നല്ലൊരു വിജയമായിരിക്കട്ടെ. വി വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് സർ. താങ്ക് യു സോ മച്ച്.